മറ്റൊരു വാർത്ത, എറണാകുളം മലയിടം തുരുത്തിലെ തർക്കഭൂമിയിൽ നിന്ന് കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതിൽ സർക്കാർ ഇന്ന് ഹൈക്കോടതി സമീപിക്കുമെന്നുള്ളതാണ്. നിലവിലെ സ്ഥിതിയിൽ കുടിയൊഴിപ്പിക്കൽ സാധ്യമല്ലെന്ന് സർക്കാർ കോടതിയെ അറിയിക്കാനാണ് ഇപ്പോൾ നീക്കമിടുന്നത്. സമരം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം എന്ന് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രദേശത്തെത്തും. ഡാനി, MV ഗോവിന്ദൻ അവിടെ എത്തുകയാണ്. രാഷ്ട്രീയ ആയുധമാക്കുന്നു ഈ വിഷയം, സർക്കാർ നിയമവഴിയും തേടുന്നു, അതാണല്ലേ അതിൻ്റെ ഒരു ഫലം? സർക്കാർ നിയമവഴിയിലേക്ക് നീങ്ങുകയാണ്. എങ്ങനെയെങ്കിലും ഈ ഉന്നതിയിലെ ജനങ്ങളെ അവരുടെ നിന്ന് കുടിയൊഴിപ്പിക്കേണ്ടി വരികയാണെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ തേടണം, അവരെ പുനരധിവസിപ്പിക്കേണ്ടത് അത്രയുമുള്ളൊരു ബാധ്യത സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു എന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതിന് തക്കതായ ഒരിടങ്ങൾ കണ്ടെത്തണം. കോടതിയോട് സർക്കാരും ആവശ്യപ്പെടുന്നത് ഇപ്പോഴൊരു സാഹചര്യങ്ങളിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ അടക്കമുള്ള വിഷയങ്ങളുണ്ട്. കഴിഞ്ഞ തവണ ഒഴിപ്പിക്കൽ ശ്രമത്തിനിടയിൽ തന്നെ പോലീസ് ഇടപെടൽ അതിശക്തമായി വിമർശിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസിനെ കൊണ്ട് അവരെ ഒഴിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അപ്രായോഗികമാണ് എന്നത് കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അതേസമയം തന്നെയാണ് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ. സർക്കാർ ചില പാക്കേജുകളടക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഭൂ ഉടമയുമായി അനുകൂല ഉത്തരവ് നേടിയ ഭൂ ഉടമയുമായി സർക്കാർ തലത്തിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. മന്ത്രി റോജി M. ജോൺ ഒന്നാം വട്ട ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ജില്ലാ ഭരണകൂടവും ക്രിയാത്മകമായി ഈ വിഷയത്തിൽ ഇടപെടുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് കോടതിയിൽ അറിയിക്കുകയും ചെയ്യും. സർക്കാർ തന്നെ ഇതാദ്യമായാണ് കോടതിയിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരു മറുപടിയുണ്ട്. ഈ കാര്യങ്ങൾ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ സർക്കാർ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നത് കോടതിയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ബോധിപ്പിക്കുകയും ചെയ്യും. എന്നാൽ അതേസമയം തന്നെയാണ് ഈ വിഷയം ഇപ്പോൾ ഇടതുപക്ഷം ഇത് ഒരു ആയുധമാക്കുന്നത്. സർക്കാരിനെതിരെ ഏറ്റവും ആദ്യത്തെ ഒരു സമര പ്രഖ്യാപനം എന്ന രീതിയിലേക്കെല്ലാം തന്നെ കടന്നു പോകുന്നു. കഴിഞ്ഞ ദിവസം ഈ മലയിടം തുരുത്ത് നിരവധിയായ ഇടത് നേതാക്കൾ സന്ദർശിക്കുകയും ചെയ്തു. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെയാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹവും ഇത് ഒഴിപ്പിക്കലിനെതിരെ ശക്തമായ നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുക എന്നത് തന്നെയാണ് ബാക്കിയാവുന്നത്. നേരത്തെ എന്തുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു ഇടപെടൽ സർക്കാർ തലത്തിൽ നടത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നൊരു ചോദ്യവും വിമർശനവും എല്ലാം ഒരു ഭാഗത്ത്. സ്വാഭാവികമായും ഇടതുപക്ഷം മറുപടി പറയേണ്ടി വരും. അവരുടെ സർക്കാരാണ് കഴിഞ്ഞ 10 വർഷവും ഭരിച്ചത്. ആ സമയത്തൊന്നും പ്രശ്നപരിഹാരം ഉണ്ടായിരുന്നില്ല. PV ശ്രീനെതിരെയൊക്കെ നാട്ടുകാർ തിരിഞ്ഞത് നമ്മൾ കണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.